ഹണി റോസ് ബോച്ചയ്ക്കെതിരെ, അതായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ കൊടുത്ത കേസിൽ കാര്യങ്ങൾ കുറച്ച് കുരുക്കാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് നൽകും. സെൻട്രൽ ACP ജയകുമാറിന്റെ മേൽനോട്ടത്തിൽ 10 പേരുടെ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പൊതുപരിപാടിയിൽ വെച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും സ്പർശിച്ചു എന്നുമാണ് ഹണി റോസിന്റെ പരാതി. അങ്ങനാണെങ്കിൽ കളി മാറും. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുനിസ അലിയാർ, വെരി ഗുഡ് മോർണിംഗ്. ഹണി റോസിന്റെ പരാതിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു, ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ലൈംഗിക ചുവയോടുകൂടി ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചു എന്ന് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ശരീരത്തിൽ സ്പർശിച്ചു എന്നതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ പരാതിയിൽ? അങ്ങനെയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് കുരുക്ക് മുറുകും. തീർച്ചയായും അരുൺകുമാർ, ഈ ഭാരതീയ ന്യായ സംഹിതയിലെ 75(1)(a)(1) വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ 75(4) വകുപ്പ് പ്രകാരവും IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 75(1) അതായത് ഈ ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരത്തിന് പുറമെ ഇത്തരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കുക ഈ വകുപ്പാണ്. ആ വകുപ്പാണ് ഇപ്പോൾ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ ഈ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. പക്ഷേ അതിനു മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ കേരളത്തിലില്ല ബോബി ചെമ്മണ്ണൂർ, ബാംഗ്ലൂരിലാണ് ഉള്ളത്. അവിടെ തന്നെ തുടർന്ന് ഈ കേസ് നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ബോബി ചെമ്മണ്ണൂർ ആലോചിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എറണാകുളം സെൻട്രൽ പോലീസ് ഇത് സംബന്ധിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാകുമലാദിത്യ രൂപീകരിച്ചിട്ടുണ്ട്. സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാകും ഈ കേസ് അന്വേഷിക്കുക. ഇതിൽ 3 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും. പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹാജരാകാതിരിക്കുകയും കോടതിയുടെ അനുമതിയോടെ പിന്നീട് ഹാജരാകുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ കുരുക്ക് മുറുകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ലൈംഗിക ചുവയോടുള്ള സംസാരം മാത്രമല്ല, സെക്ഷൽ ടച്ച് എന്നുള്ളതാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം. ആ പരാതി ഗൗരവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. വൈകുന്നേരം ഈ ഹണി റോസിന് തന്റെ പരാമർശങ്ങൾ എന്തെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ നിർവ്യാജമായി ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പൊന്നും കൊണ്ട് വല്ല കാര്യമില്ലെന്ന് തോന്നുന്നു. ഹണി റോസ് അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല അല്ലേ? ഇന്നലെ ഖേദപ്രകടനം നടത്തി റിപ്പോർട്ടർ TVയിലൂടെ ബോബി ചെമ്മണ്ണൂർ. അത് ഹണി റോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ കേസ് പിൻവലിക്കാൻ ഹണി റോസ് തയ്യാറല്ല. തീർച്ചയായും അരുൺകുമാർ, കേസ് പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഈ ദൃശ്യങ്ങളടക്കം, അതായത് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ഹണി റോസ് പരാതിയിൽ നൽകിയിരിക്കുന്നത്. ഇതടക്കമാണ് പരിശോധിച്ച ശേഷമാണ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് നിലവിൽ ഇപ്പോൾ ഈ ഒരു മാപ്പപേക്ഷയിലൂടെ അവസാനിക്കാനുള്ള സാധ്യതയില്ല. ഇനിയും കൂടുതൽ നിയമ നടപടികളിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. ബോബി ചെമ്മണ്ണൂരിന് കുറേ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടിയും വരും. അരുൺകുമാർ. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായി വിശദീകരിക്കേണ്ടി വരും. ഇന്നലെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്, ഞാൻ മഹാഭാരതം എന്ന സീരിയലിലെ ഒരു കേന്ദ്ര കഥാപാത്രമായ സ്ത്രീ കഥാപാത്രത്തെ ഉദ്ദേശിച്ച് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ബോബി ചെമ്മണ്ണൂരിനോട് ചോദിച്ചു, അതിന് മഹാഭാരതം കഥയുടെ പരിപാടിയല്ലല്ലോ അവിടെ നടന്നത്, ഒരു പ്രൊമോഷൻ ഷൂട്ടിനൊക്കെ വന്നാൽ ഇത്തിരി മര്യാദയൊക്കെ വേണ്ടേ എന്നുള്ളതാണ് പൊതുവെയുള്ള ചോദ്യം. ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ബോഡി ഷേമിങ് ചെയ്യുക, അവരെ വെച്ചുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുക, പണ്ട് കാലത്തെ കള്ളുകുടി സഭയിലൊക്കെ നടത്തുന്ന പ്രയോഗങ്ങളാണ്. അതൊന്നും പൊതുസമൂഹം ഇപ്പോൾ അംഗീകരിക്കില്ലെന്നേ. അതിനൊന്നും വലിയ മാർക്കറ്റില്ല സാർ.